CPM-നും LDF-നും ഒക്കെ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ന്യായീകരണ തൊഴിലാളികൾ എന്ന് പറയുന്ന ആളുകളുള്ളത് നമ്മുടെ സാറ്റലൈറ്റ് മീഡിയകളിലാണ്. ഇപ്പൊ ഷിബിലി എടുത്തു നോക്കിയാൽ കാണാം, ഗംഭീരമായിട്ട് അരുൺകുമാർ ഇരുന്ന് മറ്റാർക്കും CPM-ലെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർക്ക് പോലും അല്ലെങ്കിൽ ഗോവിന്ദ മാഷ്ക്ക് പോലും കഴിയാത്ത രീതിയിൽ ന്യായീകരിക്കുന്ന നിരവധി ആളുകൾ സാറ്റലൈറ്റിലുണ്ട്. ഇപ്പൊ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയുള്ള ഒരു ചാനലാണ്, മനസ്സിലായോ? അതിൽ അരുൺകുമാർ കൃത്യമായിട്ട് തന്നെ ന്യായീകരിക്കുന്നുണ്ട്. അരുൺകുമാർ ഒരു ലെഫ്റ്റ് അനുഭവമുള്ള ഒരാളാണ്, പക്ഷേ എല്ലാ പോക്കൃതത്തെയും അദ്ദേഹം അനുകൂലിക്കാറില്ല. അതുപോലെ തന്നെ നമുക്കറിയാലോ, ഇപ്പൊ ഹർഷൻ പൂപ്പാറക്കാരനും അതുപോലെ സനീഷും അതിഗംഭീരമായിട്ടാണ് നിന്ന് ന്യൂസ് മലയാളത്തിൽ ചെയ്യുന്നത്. പിന്നെ ഇത്രയൊന്നും ഗംഭീരമായിട്ട് ഇത്രയൊന്നും താത്വികമായിട്ടുള്ള അവലോകനമൊന്നും നടത്താൻ കഴിവില്ലാത്ത ആളുകളാണ് 24 ന്യൂസ് എന്ന് പറയുന്നത്. പക്ഷെ അവരും ഒരു പരിധിവരെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള വാർത്തകളൊക്കെ തന്നെയാണ് കൃത്യമായി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ഒക്കെ എക്സെപ്ഷൻസ് ഉണ്ടെങ്കിലും പൊതുവെ 24 ന്യൂസിനൊക്കെ എടുത്തു വെച്ചാൽ അവർക്ക് അങ്ങനെ വിരോധമൊന്നുമില്ല. ആകെ അതിന് എതിരായി നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു ആന്റി പിണറായി മോഡിൽ പോകുന്ന ഒരാളുകൾ എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഏഷ്യാനെറ്റിനെ മാത്രമൊക്കെ അങ്ങനെ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രംഗത്ത് അവർക്ക് വലിയ തോതിലുള്ള അപ്രമാദിത്വം ഓൾറെഡി